വോട്ടെടുപ്പിന് 5 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. 7 ആം ആദ്മി പാർട്ടി MLA മാർ ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ മുഴുകി നിൽക്കെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്ന ഘട്ടത്തിൽ ഏതായാലും MLA മാരുടെ രാജി പാർട്ടിയെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ്. സീറ്റ് നിഷേധിക്കപ്പെട്ടത് തന്നെയാണ് ഈ MLA മാരുടെ രാജിക്കുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ രാജിവെച്ച 7 MLA മാർ ഇവരാണ്. ഒന്ന് നരേഷ് യാദവ് മെഹ്റോളി MLA ആയിരുന്നു. 2 രോഹിത് കുമാർ ത്രിലോക്പുരി MLA ആയിരുന്നു. രാജേഷ് ഋഷി ജനക്പുരിയിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു. മദൻലാൽ കസ്തൂർബ നഗർ MLA ആയിരുന്നു. ഒപ്പം തന്നെ പവൻ ശർമ്മ ആദർശ് നഗറിലുള്ള MLA ആയിരുന്നു. ഭാവന ഗൌഡ് പാലം മണ്ഡലത്തിലുള്ള MLA ആയിരുന്നു. BS ജൂൺ ബിജ്വാസൻ മണ്ഡലത്തിലുള്ള MLA ആയിരുന്നു. ഇവരാണ് ഇപ്പോൾ രാജിവെച്ചു എന്നറിയിച്ചുകൊണ്ട് ഇപ്പോൾ പാർട്ടി കൺവീനർ കൂടിയായ അരവിന്ദ് കെജ്രിവാളിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ പാലം MLA ആയ ഭാവന ഗൌഡ് രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനുള്ള തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നരേഷ് യാദവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നരേഷ് യാദവിന് ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി വീണ്ടും സീറ്റ് നൽകിയാണ്. പക്ഷേ കഴിഞ്ഞ മാസം നരേഷ് യാദവിന് ഒരു മതനിന്ദ കേസിൽ പഞ്ചാബ് കോടതി 2 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടി ആ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് അവിടെ മഹേന്ദ്ര ചൗധരിയെ സ്ഥാനാർത്ഥിയാക്കിയത്. ഏതായാലും നരേഷ് യാദവും കടുത്ത വിമർശനം തന്നെയാണ് ഇപ്പോൾ രാജിക്കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം പാർട്ടിയിൽ സത്യസന്ധത എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അഴിമതിക്കെതിരായ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നെങ്കിൽ ഇപ്പോൾ പാർട്ടി തന്നെ അഴിമതിയുടെ ചതിപ്പിൽ മുങ്ങിത്താഴുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ നരേഷ് യാദവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും അടക്കമുള്ള നേതാക്കൾ ജയിലിൽ പോയി, അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനമാണ് ഇപ്പോൾ നരേഷ് യാദവ് ഏതായാലും നടത്തിയിരിക്കുന്നത്. ഈ MLA മാർ പോകുന്നത് സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പിന് ഇനി 5 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത് പ്രചാരണ വിഷയമായി ഇത് മാറുകയും ചെയ്യും. ആം ആദ്മി പാർട്ടി ഏതായാലും നേരത്തെ തന്നെ ഈ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പ്രത്യേകിച്ച് 20 MLA മാരാണ് അവർ ഇത്തവണ ഒഴിവാക്കിയിരുന്നത്. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് 20 സിറ്റിംഗ് MLA മാരെ മാറ്റിയത്. മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കളെ മണ്ഡലം മാറ്റി പരീക്ഷിക്കുകയും ചെയ്തു. ഏതായാലും ഈ സീറ്റ് നിഷേധിക്കപ്പെട്ട 20 പേരിൽ ഇപ്പോൾ 7 പേർ പാർട്ടി വിട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു.